സാധാരണ നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി വാങ്ങിക്കുന്ന സമയത്ത് പല ആളുകളും ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ, അതായത് ആ വീടിൻ്റെ പഴക്കം, എത്ര പഴക്കമുണ്ട്, അത് 4 ബെഡ്റൂം 2 ബാത്റൂം 2 ഗാരേജ് ഉണ്ടോ, 400 മീറ്റർ സ്ക്വയർ ലാൻഡ് ഉണ്ടോ, സിറ്റിയോട് ചേർന്നാണോ, അടുത്ത സ്കൂളുണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങളാണ് സാധാരണ കോമൺ ആയിട്ട് ആളുകൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ. ഇതെല്ലാം നോക്കണം, പക്ഷേ നമ്മൾ കുറച്ചും കൂടെ ഡെപ്തിൽ നോക്കേണ്ടതായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി വാങ്ങിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞുതരാം. ഞാൻ ഒരു ക്ലയൻറ്റിന് വേണ്ടിയിട്ട് ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കുമ്പോൾ ഞാൻ നോക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി വാങ്ങിക്കുക എന്ന് പറയുന്നത് ഇതൊരു ലോങ് ടൈം ഹ്യൂജ് ഫിനാൻഷ്യൽ കമ്മിറ്റ്മെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ അതിനകത്തൊരു മിസ്റ്റേക്ക് വരുത്തി കഴിഞ്ഞാൽ ദാറ്റ് വിൽ ഇമ്പാക്ട് യുവർ റെസ്റ്റ് ഓഫ് യുവർ ഫിനാൻഷ്യൽ ഫ്യൂച്ചർ. അപ്പോൾ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കുന്ന സമയത്ത് അത് റൈറ്റായിട്ട് ഡാറ്റ റിസർച്ച് നടത്തി വാങ്ങിക്കുക എന്നുള്ളത്. നമസ്കാരം, എൻ്റെ പേര് സുദേശ്. ഞാനൊരു ബയേഴ്സ് ഏജൻ്റായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. ഈ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണുകയാണെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി റൈറ്റായിട്ട് എങ്ങനെ വാങ്ങിക്കാം എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. അഗെയിൻ, ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കുക എന്നുള്ളത് ഒരു ലോങ് ടൈം ഫിനാൻഷ്യൽ കമ്മിറ്റ്മെൻ്റ് ആണ്. നമ്മളത് കറക്റ്റായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് ഫിനാൻഷ്യൽ ഫ്യൂച്ചറിനെ അത് മോശമായിട്ട് ബാധിക്കും. അപ്പോൾ അത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ് റൈറ്റായിട്ട് പ്രോപ്പർട്ടി വാങ്ങിക്കുക എന്നുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പ്രോപ്പർട്ടി വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ഫ്രണ്ട്സുമായിട്ട് ഇത് ഷെയർ ചെയ്യണം. പലരും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി വാങ്ങിക്കാൻ തുടങ്ങുമ്പോൾ അവർ ചെയ്യുന്ന കാര്യം ഇങ്ങനെയാണ്: അവരുടെ ബോറിങ് പവർ എത്രയാണ്, അല്ലെങ്കിൽ എത്ര ഡോളറിന് എത്രയാണ് അവർക്ക് പ്രോപ്പർട്ടി വാങ്ങിക്കാനുള്ള ബഡ്ജറ്റ് നോക്കും. ആ ബഡ്ജറ്റിൽ അവർ realestate.com domain.com സെർച്ച് ചെയ്യാൻ തുടങ്ങും. എന്നിട്ട് അവരുടെ മനസ്സിൽ റിക്വയർമെൻറ്റ് ഉണ്ടാവും. അധികം പഴക്കമില്ലാത്ത 4 ബെഡ്റൂം 2 ബാത്റൂം 2 ഗാരേജ് ഇങ്ങനെയുള്ളൊരു വീട് ഏകദേശം കണ്ടു കഴിഞ്ഞാൽ അവർ അതുമായിട്ട് കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ അത് വാങ്ങിക്കുന്നതിനെ കുറിച്ച് പ്ലാൻ ചെയ്യും. ഇതാണ് സാധാരണ ആളുകൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് ലൊക്കേഷനാണ്. ഒരു ലൊക്കേഷൻ, ഇപ്പോൾ നമ്മളിപ്പോൾ എല്ലാവരും പറയും കറക്റ്റ് ലൊക്കേഷനിൽ വാങ്ങിക്കണം എന്നുള്ളത്. അപ്പോൾ എങ്ങനെയാണ് കറക്റ്റ് ലൊക്കേഷൻ മനസ്സിലാവുക എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. നമ്മൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രോപ്പർട്ടി എടുത്ത് അടുത്തുള്ള സ്കൂളുകൾ, ഹോസ്പിറ്റൽ, അവിടെ വരാൻ പോണ പുതിയ ഡെവലപ്മെൻറ്റ്സ്, റെയിൽവേ സ്റ്റേഷൻ, ഇതെല്ലാം, അടുത്തുള്ള ഷോപ്പിംഗ് മോള്, ഇതെല്ലാം ആ പ്രോപ്പർട്ടിയുടെ വാല്യുവേഷനെ അല്ലെങ്കിൽ ഡിമാൻഡിനെ ഇമ്പാക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ലൊക്കേഷൻ. അതുപോലെ സ്ട്രീറ്റ് ക്വാളിറ്റി നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഒരു സബബിനകത്ത് എല്ലാ സ്ട്രീറ്റും ഒരുപോലെയല്ല. അപ്പോൾ ആ സ്ട്രീറ്റിനകത്ത് എങ്ങനത്തെ ആളുകളാണ് താമസിക്കുന്നത്, ആ സ്ട്രീറ്റിന് എത്രത്തോളം ഡിമാൻഡ് ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് ക്വാളിറ്റി ഓഫ് സ്ട്രീറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ക്ലോസ് ടു റോഡ് സൈഡുള്ള വീടാണെന്നുണ്ടെങ്കിൽ ഭയങ്കര നോയ്സ്, അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടാവും. അതേപോലെ സ്കൂളിനോട് തൊട്ട് ചേർന്ന് ആണ് ഈ വീടെങ്കിൽ അവിടെ ട്രാഫിക് കൂടുതലായിരിക്കും. അപ്പോൾ പല ആളുകളും അത്രയും തിരക്കുള്ള സ്ട്രീറ്റ് ഒഴിവാക്കാനായിട്ട് നോക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ സ്കൂളിനോട് ചേർന്നുള്ളൊരു സ്ട്രീറ്റ് ആണെങ്കിൽ ഇപ്പോൾ രാവിലെ 8 മണിക്ക് ഇറങ്ങുന്ന സമയത്ത് അവിടെ ഭയങ്കര ഫുള്ളി തിരക്കായിരിക്കും. അതുപോലെ വൈകുന്നേരം സമയത്ത് തിരക്കായിരിക്കും. അപ്പോൾ പല ആളുകളും അത്രയും ഹെവി ആയിട്ടുള്ള സ്ട്രീറ്റ് അല്ലെങ്കിൽ അത്രയും ട്രാഫിക്കുള്ള സ്ട്രീറ്റ് ഒഴിവാക്കാൻ നോക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്ട്രീറ്റ് ക്വാളിറ്റി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. അതേപോലെ തന്നെ അടുത്ത മൂന്നാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ലാൻഡ് സൈസാണ്. ഇപ്പം നമ്മൾ പ്രോപ്പർട്ടി പുതുതാവുന്നതിനനുസരിച്ച് അതിൻ്റെ ലാൻഡ് കുറഞ്ഞു വരും. അപ്പോൾ നമ്മൾ ഒരു മിനിമം ലാൻഡ് സൈസും നമ്മൾ ലാൻഡിന് വേണ്ടി ഒരു പ്രൊപ്പോർഷൻ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാ സ്ഥലത്തും അപ്ലിക്കബിൾ അല്ല. നമ്മുടെ ബഡ്ജറ്റും കാര്യമെല്ലാം നോക്കിയിട്ട് വേണം ഡിസിഷൻ എടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ലാൻഡിൻ്റെ സൈസ് എത്ര ഉണ്ടെന്നുള്ളത് നമ്മൾ കൺസിഡർ ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ഏജ് ഓഫ് ദ പ്രോപ്പർട്ടി. ഇപ്പോൾ ചില ഏരിയയിൽ ഒരുപാട് പുതിയ വീടുള്ള സ്ഥലമാണ്, ഒരു സബബാണെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ നമ്മൾ വാങ്ങിക്കുന്ന പ്രോപ്പർട്ടി ഒരുപാട് പഴയതാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ടെനൻസിന് കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ആ ഏരിയയിൽ നമ്മൾ വാങ്ങിക്കാൻ പോകുന്ന വീടിൻ്റെ ഏജ് എത്രത്തോളം പഴയതാണെന്ന് നോക്കണം. ഞാൻ പറയുന്നത് എല്ലാ ഏരിയയിലും ഇത് അപ്ലിക്കബിൾ അല്ല. ഇപ്പോൾ നമ്മളൊരു ചില റീജിയണൽ ആയിട്ടുള്ള ഏരിയകളിലാണെങ്കിൽ അവിടെ അധികം പഴയ വീടുണ്ടാവുള്ളൂ, പുതിയ വീടുണ്ടാവില്ല. അപ്പോൾ അവിടെയാണെന്നുണ്ടെങ്കിൽ പഴയ വീടായാലും കുഴപ്പമില്ല. പക്ഷേ നമ്മളൊരു എസ്റ്റാബ്ലിഷ്ഡ് വലിയൊരു സബർബ് അല്ലെങ്കിൽ നല്ലൊരു സബർബിൽ നമ്മൾ പഴയ വീട് വാങ്ങിച്ചു കഴിഞ്ഞാൽ ടെനൻസ് എപ്പോഴും പ്രിഫർ ചെയ്യുക പുതിയ വീടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഏജ് ഓഫ് ദ ബിൽഡിംഗ് ഒരു ഫാക്ടറാണ്. ഇത് എല്ലാ സ്ഥലത്തും ഒരുപോലെ അപ്ലിക്കബിൾ അല്ല, പക്ഷേ ഡിപ്പെൻഡ്സ് ഓൺ ഏരിയ. അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഫ്യൂച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ആണ്. അതായത് അവിടെ വരാൻ പോകുന്ന എത്രത്തോളം ഇൻഫ്രാസ്ട്രക്ചർ വരുന്നുണ്ട് എന്നുള്ളത് ആ ഏരിയയിലെ ഗ്രോത്തിനെ ഇമ്പാക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഏരിയയിൽ പുതിയ സ്കൂൾ വരുന്നുണ്ട്, അല്ലെങ്കിൽ പുതിയ ഹോസ്പിറ്റൽ വരുന്നുണ്ട്, പുതിയ റെയിൽവേ സ്റ്റേഷൻ വരുന്നുണ്ട്. ഇതെല്ലാം വരുന്ന സമയത്ത് അവിടെ ഗ്രോത്ത്, അതായത് അവിടെ പുതിയ ജോബ് ഓപ്പണിങ്സ് ക്രിയേറ്റ് ആവും, അവിടെ ഡിമാൻഡ് കൂടും സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ വരാൻ പോണ ഫ്യൂച്ചർ ഇൻഫ്രാസ്ട്രക്ചർ
സ്പെൻഡ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കണം. ആറാമത്തെ കാര്യം പോപ്പുലേഷൻ ഗ്രോത്ത്. പോപ്പുലേഷൻ ഗ്രോത്ത് നിങ്ങൾക്കറിയാം, ഓസ്ട്രേലിയയിൽ പോപ്പുലേഷൻ ഗ്രോ ചെയ്യുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എല്ലാ സബർബിലും ഒരേപോലെ ഗ്രോ ചെയ്യുന്നു നടത്തില്ല. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് നിങ്ങൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന സബർബിൽ അടുത്ത 5 വർഷം അല്ലെങ്കിൽ അടുത്ത 10 വർഷം എത്രത്തോളം പോപ്പുലേഷൻ ഗ്രോ ചെയ്യുന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ഏരിയ സെലക്ട് ചെയ്യാനായിട്ട്. പിന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം, 7ാമത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വേക്കൻസി റേറ്റ് ആണ്. വേക്കൻസി റേറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 100 വീടുണ്ടെങ്കിൽ എത്ര വീട് വേക്കൻ്റ് ആയിട്ടുണ്ട് എന്ന് പറയുന്നതാണ് വേക്കൻസി റേറ്റ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വേക്കൻസി റേറ്റ് 5% എന്ന് പറഞ്ഞാൽ അവിടെ 100ൽ 5 വീട് ഒഴിവാക്കി എടുക്കുകയാണെന്ന് അർത്ഥം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ നല്ലതല്ല. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് 2% താഴെയാണ്. 3% ഓക്കെയാണ്, പക്ഷേ ഡിപ്പെൻസ് ഓൺ അതർ ഫാക്ടർ ആസ് വെൽ. അപ്പോൾ നമ്മൾ അവിടുത്തെ വേക്കൻസി റേറ്റ് എത്രയാണെന്നുള്ളത് നോക്കണം. ഐഡിയലി ലെസ് ദാൻ 1.52 അതാണ് ഒരു ഐഡിയൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി വാങ്ങിക്കുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട വേക്കൻസി റേറ്റ്. അടുത്തത് 8ാമത്തെ ഫാക്ടർ പറയുകയാണെങ്കിൽ റെൻ്റൽ ഡിമാൻഡാണ്. ഇപ്പോൾ നമുക്ക് പ്രോപ്പർട്ടി വാങ്ങിക്കുമ്പോൾ നമുക്ക് റെൻ്റൽ ഈൽഡ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. അപ്പോൾ അവിടെ റെൻ്റൽ ഡിമാൻഡ് ഉള്ള സ്ഥലത്താണ് റെൻ്റൽ ഈൽഡ് കൂടുതലുണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ റെൻ്റൽ ഡിമാൻഡ് കൂടുതലുള്ള സ്ഥലത്ത് എല്ലാ വർഷവും റെൻ്റ് ഒരു സർട്ടൻ പെർസെൻറ്റേജ് കൂട്ടാനും പറ്റും. അപ്പോൾ നമ്മൾ ആ ഏരിയയിലെ റെൻ്റൽ ഈൽഡ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ റെൻ്റൽ ഈൽഡ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഒരു വർഷം കിട്ടുന്ന റെൻ്റ് എത്രയാണോ, അപ്പോൾ നമ്മൾ $500 ഒരു വീക്ക്ലി റെൻറ്റ് കിട്ടണമെങ്കിൽ അതിനെ 52 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്കൊരു ഇയർലി റെൻറ്റ് കിട്ടും. ഡിവൈഡഡ് ബൈ ദ പ്രോപ്പർട്ടി വാല്യൂ, എത്ര ഡോളറാണ് നമ്മൾ പ്രോപ്പർട്ടി വാങ്ങിച്ചത് ടൈംസ് 100. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ റെൻ്റൽ ഈൽഡ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ 500Kയുടെ പ്രോപ്പർട്ടിയാണ് വാങ്ങിക്കുന്നത്, $500 റെൻറ്റ് കിട്ടുന്നതെങ്കിൽ അതിൻ്റെ റെൻ്റൽ ഈൽഡ് 5% ആയിരിക്കും. അപ്പോൾ നിങ്ങൾ റെൻ്റൽ ഈൽഡ് എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം. അതേപോലെ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ, 9ാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് കമ്പയറബിൾ സെയിൽസ് ആണ്. അപ്പോൾ നമ്മളൊരു പ്രോപ്പർട്ടി വാങ്ങിക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള പ്രോപ്പർട്ടി റീസണബിൾ ആയിട്ട് എത്ര ഡോളറിനാണ് വിറ്റുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ പലവരും ചെയ്യുന്ന മെയിനായിട്ടുള്ളൊരു മിസ്റ്റേക്ക്, realestate.com ഒരു വാല്യൂ കാണും. ആ വാല്യൂ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇതാണ് വാല്യൂ, നമുക്ക് അതിനകത്തൊരു 5 10 അല്ലെങ്കിൽ 20 നെഗോഷിയേറ്റ് ചെയ്യാൻ നോക്കാമെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ ഒരു 500 ആണ് പറഞ്ഞുള്ളത്, നമ്മളൊരു 480 ചോദിക്കാൻ തുടങ്ങും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടുത്തെ ആ പ്രോപ്പർട്ടിയുടെ യഥാർത്ഥ വാല്യൂ, അതായത് സിമിലർ ആയിട്ടുള്ള പ്രോപ്പർട്ടി എത്രയ്ക്കാണ് വിറ്റുള്ളത് റീസെൻ്റായിട്ട്, ആ വാല്യൂ ആയിട്ട് വേണം നമ്മൾ കമ്പയർ ചെയ്യാനായിട്ട്. കാരണം പല റിയൽ എസ്റ്റേറ്റ് ഏജൻസും ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവർ കൂടുതൽ ആളുകൾ അട്രാക്റ്റ് ചെയ്യാനായിട്ട് കുറഞ്ഞ എമൗണ്ട് ഇടും. ഫോർ എക്സാമ്പിൾ ഒരു 500K വാല്യൂ ഉള്ള പ്രോപ്പർട്ടി ആണെങ്കിൽ അവർ 470 ലിസ്റ്റ് ചെയ്യും. അപ്പോൾ കൂടുതൽ ആൾക്കാർ അവർ വിളിക്കും. അപ്പോൾ കൂടുതൽ ആൾക്കാർ വിളിക്കുമ്പോൾ ഒരു ഡിമാൻഡ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് പ്രൈസ് ഇടുന്നത്. അപ്പോൾ നമ്മൾ realestate.com കാണുന്ന പ്രൈസ് അല്ല യഥാർത്ഥ പ്രൈസ്. നമ്മൾ നോക്കേണ്ടത് റീസണബിൾ ആയിട്ടുള്ള ആ പ്രോപ്പർട്ടിയുടെ വാല്യൂ, എത്ര റീസണബിൾ ആയിട്ടുള്ള സിമിലർ ആയിട്ടുള്ള പ്രോപ്പർട്ടി എത്രയ്ക്കാണ് വിറ്റുള്ളത്, അല്ലെങ്കിൽ ഈ പ്രോപ്പർട്ടിയുടെ വാല്യൂഷൻ റിപ്പോർട്ടിൽ എത്രയാണ് കാണിക്കുന്നത്. ഇങ്ങനത്തെ കാര്യങ്ങൾ നോക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ 10ാമത്തെ കാര്യം റിസ്ക് ഫാക്ടർ. ഇപ്പോൾ നമുക്കറിയാം ഓസ്ട്രേലിയയിൽ പലതരത്തിലുള്ള റിസ്കുകളുണ്ട്. ഫ്ലഡ്, ബുഷ് ഫയർ, സൈക്ലോൺ, ക്രൈം റേറ്റ്. അപ്പോൾ നമ്മൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ഏരിയയിൽ എത്രത്തോളം റിസ്ക് ഫാക്ടർ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മളൊരു പ്രോപ്പർട്ടി വാങ്ങിക്കാനായിട്ട്. കാരണം റിസ്ക് കൂടുന്നതിനനുസരിച്ച് നമുക്കവിടെ ഗ്രോത്തും അല്ലെങ്കിൽ ഡിമാൻഡും കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ആ ഏരിയയിലെ റിസ്ക് ഫാക്ടർ അറിയാനായിട്ട് നിങ്ങൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രോപ്പർട്ടിയുടെ ഇൻഷുറൻസ് കോസ്റ്റ് എത്രയാണെന്ന് ചെക്ക് ചെയ്യുക. ഇപ്പോൾ ഇൻഷുറൻസ് കോസ്റ്റ് ഒരു റീസണബിൾ ആണെന്നുണ്ടെങ്കിൽ അവിടെ റിസ്ക് ഫാക്ടർ കുറവാണെന്ന് അർത്ഥം. അപ്പോൾ റിസ്ക് കൂടുതലുള്ള സ്ഥലത്ത് അവിടുത്തെ ഇൻഷുറൻസ് കോസ്റ്റ് ഹൈ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ പ്രോപ്പർട്ടി വാങ്ങിക്കുമ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, റിസ്ക് ഫാക്ടർ. ഇപ്പോൾ നമ്മൾ പ്രോപ്പർട്ടിയുടെ ഗ്രോത്തിനേക്കാളും അല്ലെങ്കിൽ റെൻ്റൽ ഈൽഡിനേക്കാളും വലുതാണ് റിസ്ക് കുറഞ്ഞ സ്ഥലത്ത് പ്രോപ്പർട്ടി വാങ്ങിക്കുക എന്നുള്ളത്. 11ാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈസ്മെൻറ്റ്സ്. ചില പ്രോപ്പർട്ടിയിൽ ഈസ്മെൻറ്റ്സ് ഉണ്ടാവും. അത് പുതിയ പ്രോപ്പർട്ടികളിൽ ഈസ്മെൻറ്റ്സ് എന്നുള്ള കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് വലിയൊരു കൺസേൺ ആയിട്ട് എടുക്കേണ്ട കാര്യമില്ല. നമ്മളെപ്പോഴും ഈസ്മെൻ്റ് ഉണ്ടോ ഇല്ല എന്നുള്ളത് ജസ്റ്റ് നോക്കുക, അത് എത്രത്തോളം പ്രോപ്പർട്ടിയിൽ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. നമ്മൾ ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ വലിയ പഴയൊരു ലാൻഡ് മേടിക്കുകയാണ്, വലിയ ലാൻഡാണ്, അതിനകത്ത് നിങ്ങൾക്ക് സബ് ഡിവൈഡ് ചെയ്ത് എന്തെങ്കിലും ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അതിനടിയിൽ ഈസ്മെൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് അടുത്ത കൺസ്ട്രക്ഷനെ ചെറുതായിട്ട് ബാധിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് നോക്കുക, ഈസ്മെൻ്റ് ഉണ്ടോ എന്നുള്ളത് നോക്കണം. അഗെയിൻ ഈസ്മെൻ്റ് ഉള്ളത് വലിയൊരു കൺസേൺ അല്ല. പുതിയ പ്രോപ്പർട്ടികളിൽ പല പ്രോപ്പർട്ടികളിൽ ഈസ്മെൻ്റ് ഉണ്ടാവും, അതൊരു വലിയ കൺസേൺ ആയിട്ട് എടുക്കേണ്ട കാര്യമില്ല. പിന്നെ 12ാമത്തെ കാര്യം, നിങ്ങളൊരു പ്രോപ്പർട്ടി വാങ്ങിക്കുന്നതിന് മുന്നേ നിർബന്ധമായും ബിൽഡിംഗ് ആൻഡ് പെസ്റ്റ് ഇൻസ്പെക്ഷൻ മസ്റ്റായിട്ട് ചെയ്യണം. ഇപ്പോൾ നിങ്ങൾക്കറിയാം ഇവിടെ ഓസ്ട്രേലിയയിലെ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ വുഡൻ സംഭവങ്ങളുണ്ട്, അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ. അപ്പോൾ പല സ്ഥലത്തും ലാൻഡ് മൂവ്മെൻറ്റ് ഉണ്ടാവാറുണ്ട്. ചില പ്രോപ്പർട്ടികൾ സ്ട്രക്ചറൽ ഡാമേജ് ഉണ്ടാവാറുണ്ട്, സ്ട്രക്ചർ ക്രാക്ക് വരാറുണ്ട്, അതേപോലെ ടെർമൈറ്റ് ഇഷ്യൂസ് വരാറുണ്ട്. അപ്പോൾ നമ്മൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രോപ്പർട്ടിയിൽ ബിൽഡിംഗ് ആൻഡ് പെസ്റ്റ് ഇൻസ്പെക്ഷൻ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങളത് ചെയ്തിട്ട് മാത്രമാണ് പ്രോപ്പർട്ടി വാങ്ങിക്കാൻ പാടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഓഫർ കൊടുക്കുന്ന സമയത്ത് ഈ ഒരു
ക്ലോസ് വെച്ചിട്ട് വേണം കൊടുക്കാൻ. സബ്ജക്റ്റ് ടു ബിൽഡിംഗ് ആൻഡ് പെസ്റ്റ് ഇൻസ്പെക്ഷൻ, സബ്ജക്റ്റ് ടു ഫിനാൻസ് എന്നുള്ള ക്ലോസ് വെച്ചിട്ട് വേണം നമ്മൾ ഓഫർ കൊടുക്കാനായിട്ട്. അപ്പോൾ ബിൽഡിംഗ് ഇൻസ്പെക്ഷൻ ചെയ്യുക എന്നുള്ളത് മസ്റ്റായിട്ടുള്ള കാര്യമാണ്. അത് സ്കിപ്പ് ചെയ്യരുത്. ഒരു ഓതറൈസ്ഡ് ആയിട്ടുള്ള നല്ലൊരു ബിൽഡിംഗ് ഇൻസ്പെക്ടറോടെ കൊണ്ടുവേണം അത് ചെയ്യിക്കാനായിട്ട്. അതേപോലെ 13ാമത്തെ കാര്യം, ഇപ്പോൾ നമ്മൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രോപ്പർട്ടി അവിടെ സോണിങ്, അതായത് അവിടെ ഫ്യൂച്ചർ ഡെവലപ്മെൻറ്റിനുള്ള സ്കോപ്പ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ പഴയ പ്രോപ്പർട്ടി ബിഗ് ലാൻഡ് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് ഫ്യൂച്ചറിൽ സബ് ഡിവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള സ്കോപ്പ് ഉണ്ടോ എന്നുള്ളത് കൗൺസിലുമായിട്ടൊന്ന് ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. 14ാമത്തെ കാര്യം, ക്യാഷ് ഫ്ലോ. ഇപ്പോൾ നമ്മളെപ്പോഴും പ്രോപ്പർട്ടി വാങ്ങിക്കുമ്പോൾ നമുക്ക് ആ പ്രോപ്പർട്ടിയിൽ നിന്ന് എത്രത്തോളം റെൻ്റൽ ഇൻകം വരുന്നുണ്ട് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ക്യാഷ് ഫ്ലോ നന്നായിട്ട് വരുന്നുണ്ടെങ്കിലാണ് നിങ്ങൾക്ക് അടുത്ത ലോൺ കിട്ടാനും അടുത്ത പ്രോപ്പർട്ടി വാങ്ങിക്കാനും കാര്യങ്ങൾ ഫാസ്റ്റായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുക. അപ്പോൾ നിങ്ങൾ ആ പ്രോപ്പർട്ടിയിൽ നിന്ന് വരുന്ന ക്യാഷ് ഫ്ലോ എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. അതേപോലെ ലോങ് ടേം ക്യാപിറ്റൽ ഗ്രോത്ത്, ഇതാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. നമുക്കൊരു പ്രോപ്പർട്ടി വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ ക്യാപിറ്റൽ ഗ്രോത്താണ് നമ്മുടെ മെയിനായിട്ടുള്ളൊരു ഗോൾ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കുന്ന സ്ഥലത്ത് കഴിഞ്ഞൊരു 5 വർഷം ഒരു 100%, 80% ഗ്രോ ചെയ്ത സ്ഥലമാണെന്നുണ്ടെങ്കിൽ അടുത്തൊരു 5 വർഷം നമുക്ക് ആ ഒരു രീതിയിലുള്ള ഗ്രോത്ത് പ്രതീക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് കഴിഞ്ഞ 5 വർഷം എത്രത്തോളം ഗ്രോ ചെയ്തു എന്നുള്ളതിനേക്കാൾ കൂടുതലായിട്ട് അടുത്തൊരു 5 വർഷം ഇനി എത്ര ഗ്രോ ചെയ്യും എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് വേണം നിങ്ങൾ ഡിസിഷൻ എടുക്കാനായിട്ട്. അപ്പോൾ ലൊക്കേഷൻ എന്ന് പറയുന്നത് എല്ലാ സമയത്തും ഒരു ലൊക്കേഷൻ നല്ല ലൊക്കേഷനല്ല. ഫോർ എക്സാമ്പിൾ, ക്യൂൻസ്ലാൻഡിൽ പല ആളുകളും പ്രോപ്പർട്ടി 4 വർഷം 3 വർഷം മുന്നേ വാങ്ങിച്ച ആളുകൾക്ക് നല്ല ഗ്രോത്ത് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം നിങ്ങളിപ്പോൾ വാങ്ങിക്കുമ്പോൾ ആ രീതിയിലുള്ള ഗ്രോത്ത് നിങ്ങൾക്ക് കിട്ടണമെന്നില്ല. കാരണം അവിടെ ഓൾറെഡി കഴിഞ്ഞ 4 വർഷം 5 വർഷത്തിൽ ഏകദേശം ഒരു 80 to 100% ഗ്രോ ചെയ്തതാണ്. ഞാൻ പറയുന്നത് അവിടെ ഗ്രോ ചെയ്യില്ല എന്നുള്ളതല്ല, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കഴിഞ്ഞ 5 വർഷം എത്രത്തോളം ഗ്രോ ചെയ്തു എന്നുള്ളൊരു ഫാക്ടറാണ്. പക്ഷേ നിങ്ങൾ അടുത്ത 5 വർഷം എവിടെയാണ് ഗ്രോ ചെയ്യുക എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് വേണം നിങ്ങൾ ഡിസിഷൻ എടുക്കാനായിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. പല ആളുകളും ചെയ്യുന്നത് വീടിൻ്റെ ഭംഗി നോക്കി അല്ലെങ്കിൽ ലൊക്കേഷൻ നോക്കി മാത്രം പ്രോപ്പർട്ടി മേടിക്കും. അവരുടെ ബഡ്ജറ്റ് നോക്കി മേടിക്കുന്ന ആളുകളുണ്ട്. അതായത് അവരുടെ ബഡ്ജറ്റ് 800K ആണ്, അപ്പോൾ അതുകൊണ്ട് 800Kയുടെ പ്രോപ്പർട്ടി വാങ്ങിക്കാം എന്ന് ചെയ്യുന്ന ആളുകളുണ്ട്. ഇതെല്ലാം തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങളൊരു റൈറ്റ് സ്ട്രാറ്റജി ഫോളോ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി വാങ്ങിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ നിങ്ങളുടെ ലൈഫിലൊരു ഗോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി വാങ്ങിക്കുക എന്നുള്ളത് മാത്രമാണെങ്കിൽ നിങ്ങൾ എങ്ങനെ വാങ്ങിച്ചാലും കുഴപ്പമില്ല. പക്ഷേ അതല്ല, നിങ്ങൾ മൾട്ടിപ്പിൾ പ്രോപ്പർട്ടി വാങ്ങിക്കുകയാണ് നിങ്ങളുടെ എയിമെങ്കിൽ യു മസ്റ്റ് ഫോളോ ദ റൈറ്റ് സ്ട്രാറ്റജി. അപ്പോൾ നിങ്ങളൊരു റൈറ്റ് സ്ട്രാറ്റജി ഫോളോ ചെയ്ത് പ്രോപ്പർട്ടി വാങ്ങിക്കാൻ ഉദ്ദേശിക്കണം എന്ന് വിചാരിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അതിന് റിസർച്ച് ചെയ്യാനുള്ള സ്കില്ലില്ല, ഒരു അസിസ്റ്റൻസ് വേണമെന്നുണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു കോൺടാക്ട് മീ. എൻ്റെ പേര് സുദേശ്. ഐ എം വർക്കിംഗ് ആസ് എ ബയേഴ്സ് ഏജൻറ്റ്. ഐ ഹെൽപ്പ് ബിസി പ്രൊഫഷണൽസ് ലൈക്ക് യു ഗ്രോ വെൽത്ത് ത്രൂ റിയൽ എസ്റ്റേറ്റ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പ്രോപ്പർട്ടി വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ഫ്രണ്ട്സുമായിട്ട് ഈ ഇൻഫോർമേഷൻ ഷെയർ ചെയ്യുക. നിങ്ങൾ തരുന്ന ലൈക്കാണ് എനിക്ക് അടുത്ത വീഡിയോ ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ തരുന്നത്. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത ആഴ്ച അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് കാണാം.